Hi friends, welcome back. Indian ബ്രാൻഡായ മൈക്രോമാക്സിന്റെ പുതിയൊരു ഫോൺ കൂടി അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. മുമ്പത്തെ ഫോണിൽ ചില പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തീർത്ത് ഒരു കിടിലൻ ഐറ്റമാണ് അവർ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ തരം ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ മൈക്രോമാക്സിന്റെ ഇൻ 1 എന്ന് പറയുന്ന ഫോണിന്റെ ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ബോക്സ് കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 18 വാട്ട് ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. കേസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയ കേസാണ്. ഒരു സ്ക്രീൻ ഗാർഡ് സെപ്പറേറ്റ് ആണ് വരുന്നത്, അപ്ലൈ ചെയ്തല്ല വരുന്നത്. കൂടെ ഫോൺ, പിന്നെ കുറച്ച് ഡോക്യുമെന്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് വരാം. മൈക്രോമാക്സിന്റെ ഇൻ 1 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഫോണാണ്. ഇപ്പോഴേക്ക് ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ പ്രൈസും അതിന്റെ സെയിൽ ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ സെക്ഷനിൽ, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ട്വിറ്ററിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ചെക്ക്ഔട്ട് ചെയ്യുക. എന്തായാലും ഇപ്പോഴേക്ക് നമുക്ക് ഈ ഒരു ഫോൺ മാത്രമാണ് കയ്യിലുള്ളത്. ഫോണിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ആക്സസറീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒരു കാര്യം, ആ സ്ക്രീൻ ഗാർഡ് അപ്ലൈ ചെയ്ത് വരായിരുന്നു. ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ആണ് വന്നിരിക്കുന്നത്. ബാക്കി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ എങ്ങനെയാണ്. അത്യാവശ്യം വലിയൊരു ഫോണാണ്. 6.67 ഇഞ്ച് വരുന്ന ഒരു വലിയ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത്തിരി വലിയൊരു ഫോൺ തന്നെയാണ്. വലിയ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്തിരി വലിയൊരു ഫോണും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്. റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളുമാണ് വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് റിയർ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 48 MP ആണ് മെയിൻ ക്യാമറ. 2 മെഗാപിക്സലിന്റെ വീതം 2 ക്യാമറകൾ എക്സ്ട്രാ വേറെയുണ്ട്. അതിന്റെ ഫ്ലാഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ ഒപ്പം കാണാം. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം ബട്ടണും അതേപോലെ തന്നെ പവർ ബട്ടണും കാണാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ട്രേയും അതിന്റെ ഒപ്പം തന്നെ ഗൂഗിൾ അസിസ്റ്റന്റ് ബട്ടണും കാണാം. അതിന് സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ അവർ കൊടുത്തിട്ടുണ്ട്. സിം ട്രേ നോക്കി കഴിഞ്ഞാൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും മെമ്മറി കാർഡും നിങ്ങൾക്ക് ഒരേ സമയം യൂസ് ചെയ്യാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 6.67 ഇഞ്ച് വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ്. 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ് ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയ്ക്ക് 8 മെഗാപിക്സലാണ് സെൽഫി ക്യാമറ. സോ ഇതാണ് ഇതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ്, ഈ ഒരു ഫോണിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഓവറോൾ ഒരു നല്ല ഫോൺ, എല്ലാതരം ഫീച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെ അടക്കം, ട്രിപ്പിൾ കാർഡ് സ്ലോട്ടൊക്കെ അടക്കമാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ നിങ്ങൾക്ക് ഇത് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. എന്നെ സംബന്ധിച്ച് ഫീച്ചർ പാക്ഡ് ആണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. സോ ഒരു തുടക്കത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. റിയർ സൈഡൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. ഫുൾ HD ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഒരു ഓവറോൾ ഗുഡ് സെറ്റപ്പ് എന്ന് പറയാം. ഇനി ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ MediaTekന്റെ G80 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന, നമ്മൾ ഈ ഒരു 10-13 രൂപ റേഞ്ചിനകത്തൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോസസ്സറാണ്. സോ ആ ഒരു റേഞ്ചിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല പെർഫോമൻസ് തരാൻ സാധ്യതയുള്ള ഒരു ഫോൺ തന്നെയാണ്. ഇപ്പോഴേക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് താൻ. ഇതിനൊപ്പം വരുന്നത് LPDDR4X RAM ആണ്. eMCP സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. UFS സ്റ്റോറേജ് കാര്യങ്ങളില്ല. ബട്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് അതിന്റെ പെർഫോമൻസ് ലെവൽ ഇവിടെ കാണാം. നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ഒരു ഗെയിം പ്ലേ ആണ് നിങ്ങളിവിടെ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ഇത്തരം പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഫോണുകൾ കാണുന്ന തരത്തിലുള്ള ഒരു തിരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക പെർഫോമൻസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ച് നോക്കിയിട്ട് തീരുമാനിക്കുക. സോ ഓവറോൾ ഇതാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നോർമൽ യൂസിലൊന്നും യാതൊരുവിധ ഇഷ്യൂസും എനിക്ക് കണ്ടില്ല. നോർമലി ഇതിന്റെ സ്വൈപ്പിങ്ങും കാര്യങ്ങളും ആപ്പ് ഡ്രോയിലേക്ക് കടക്കുന്നത്, പുറത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക റീസെന്റ് ടാബ്, അവിടെയൊന്നും ഒരു തരത്തിലുള്ള പെർഫോമൻസ് ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്തില്ല. നോർമൽ യൂസിലൊന്നും യാതൊരുവിധ പെർഫോമൻസ് ഇഷ്യൂ ഇല്ല. വളരെ സ്മൂത്ത് ആണ്. നമുക്ക് ഇതിന്റെ ഈ ഒരു ഫോണിന്റെ ഒരു സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്പെക്കിനനുസരിച്ചുള്ള ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. റാം ഒക്കെ നോക്കിയാൽ LPDDR4X റാം തന്നെയാണ്. സോ അതിൻ്റെതായ ഒരു പെർഫോമൻസ് സ്മൂത്ത്നെസ് നമുക്ക് ഇവിടെ കാണാനുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് 6GB റാം 128GB സ്റ്റോറേജ് ഉണ്ട്. 4GB റാം 64GB സ്റ്റോറേജ്, അങ്ങനെ 2 ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നത് 6GB റാം 128GB സ്റ്റോറേജ് ആണ്. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആണിത്. ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. ഇപ്പൊ ഞാനിതിൽ എന്റേതായ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗെയിം അല്ല, 1-2 ഗെയിമും പിന്നെ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തെന്ന് പറഞ്ഞു. ആ യൂസ് ചെയ്ത സമയത്ത് നമ്മൾ ഇത്രയധികം സംഭവങ്ങളൊക്കെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തതിന് ശേഷവും നമുക്ക് വലിയ ലാഗും കാര്യങ്ങളൊന്നും കാണാനില്ല. സോ ഒരു ഇന്ത്യൻ ഫോൺ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ലൊരു സ്മൂത്തായ എക്സ്പീരിയൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. നല്ലൊരു പെർഫോമൻസ് ലെവലാണ്. നിങ്ങൾക്ക് ഇത്രയധികം ആപ്ലിക്കേഷനുകൾ കാണുമ്പോൾ തന്നെ ഊഹിക്കാം ഞാൻ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രൈമറി ഫോണായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തുനിന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. നല്ല സൺലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിസ്പ്ലേ തരുന്നുണ്ട്. നമുക്ക് യാതൊരു ഇഷ്യൂസും ആ ഭാഗത്തൊന്നും തോന്നിയില്ല.
സോ ഓവറോൾ ഇതിന്റെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ മുമ്പ് ഈ ഒരു ഫോണിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തരാൻ കഴിഞ്ഞാൽ ഈ ഫോൺ തീർച്ചയായിട്ടും നല്ലൊരു ഫോണായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന. എന്നെ സംബന്ധിച്ച് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഈ അത്രയധികം ആപ്ലിക്കേഷൻ യൂസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം അതിന്റെ ഫുൾ റിവ്യൂ നമ്മൾ വേറെ ദിവസം പറ്റുമെങ്കിൽ അവിടെ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിന്റെ പെർഫോമൻസിന്റെ ഭാഗത്ത് നമുക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ റാമും സ്റ്റോറേജും പറയുമ്പോൾ അതിന്റെ ഒപ്പം ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. സോ നിങ്ങൾക്ക് മെമ്മറി കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. OTG കേബിൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ടെസ്റ്റ് ചെയ്തു. നമുക്ക് OTG സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മെമ്മറി കാർഡോ അല്ലെങ്കിൽ പെൻ ഡ്രൈവോ അങ്ങനെ എന്ത് സംഭവമാണെങ്കിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. സോ ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റും ഡീസന്റ് ആണ്. ഇനി ഇതിന്റെ ക്യാമറയിലേക്ക് വരാം. ക്യാമറ കില്ലാടി എന്നൊക്കെയാണ് അവർ ഈ ഒരു ഫോണിനെ പറയുന്നത്. ഞാനിത് യൂസ് ചെയ്തു. അതിന്റെ ക്യാമറ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എത്രത്തോളം ക്യാമറ കില്ലാടിയാണ് ഈ ഒരു ഫോൺ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ട് തീരുമാനിക്കുക. എന്തായാലും ഡേ ലൈറ്റിലെ ഇമേജുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓവറോൾ ഒരു ഗുഡ് ക്വാളിറ്റി ഇമേജുകളാണെന്ന് ഞങ്ങൾ ഇത് എടുത്തപ്പോൾ തന്നെ തോന്നിയിരുന്നു. ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലെ ഒരു ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത്. ബട്ട് പ്രൈസ് ഡിപ്പെൻഡിങ് ആണ്. നിങ്ങൾ അത് ചിന്തിച്ച് നോക്കുക. അപ്പം പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുമ്പോൾ അതുകൂടി പരിശോധിച്ചിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എത്രത്തോളം വർത്താണ് ഈ ഒരു ക്യാമറ ക്വാളിറ്റി എന്നുള്ളത്. എന്തായാലും മെയിൻ ക്യാമറയുടെ ഇമേജുകളാണ് നമ്മൾ ഈ കണ്ടതൊക്കെ. സെൽഫി ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഓവറോൾ ഈ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ഇതിന്റെ ക്യാമറയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. കണ്ടറിയാം. അതിനൊപ്പം തന്നെ ഓഡിയോ കേട്ട് മനസ്സിലാക്കുക. ആരും കുഴപ്പമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കറിയില്ല. ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷനാണ്. പ്രൈസ് വരുമ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആ പ്രൈസ് കൂടി നോക്കിയിട്ട് ആ പ്രൈസിന് ഇത് വർത്താണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് തീരുമാനിക്കുക. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ ആണ്. നിങ്ങൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ഉണ്ട് ഇതിന്റെ സെൽഫി ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ ലെവൽ എന്നുള്ളത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മെയിൻ ക്യാമറയുടെ സാമ്പിളുകളിലേക്ക് പോകാം. മെയിൻ ക്യാമറ ഒരു ഇമേജ് ഡേ ലൈറ്റിലെ ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിവിടെ കാണുന്നത്. അത്യാവശ്യം ഒരു നല്ല മിഡ് റേഞ്ച് ക്യാമറയിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓവറോൾ ഒരു ഗുഡ് ക്വാളിറ്റി ക്ലിപ്പാണ് അല്ലെങ്കിൽ ഒരു ഫുട്ടേജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഫുട്ടേജ്? കൊള്ളാവോ ഈ ഒരു ക്യാമറ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യണം. ഇതിൻ്റെ ക്യാമറ ഗില്ലാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഒരു ഫോൺ അവതരിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു ക്യാമറ തന്നെയാണ്. സെൽഫി ക്യാമറ ആയാലും മെയിൻ ക്യാമറ ആയാലും ഇത് ഒരു നല്ല ക്വാളിറ്റി പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ക്യാമറയുടെ ഒരു സ്റ്റെബിലൈസേഷൻ ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പിൽ കാണാൻ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഇതിന്റെ സ്റ്റെബിലൈസേഷൻ ലെവൽ എങ്ങനെയാണെന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിന്റെ നേരെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് ചെന്നാൽ ഈ ഒരു ക്യാമറ എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കാം. മെയിൻ ക്യാമറയുടെ ഇമേജുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിന്റെ ക്വാളിറ്റി ലെവൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി നോക്കുക. ഇതാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ നമ്മൾ ഇമേജുകൾ എടുക്കാൻ ശ്രമിച്ചാൽ കിട്ടാൻ പോകുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി സെൽഫി ക്യാമറയിലേക്ക് തിരിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതിന്റെ ഒരു ക്വാളിറ്റി ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരു ഇമേജ് ക്വാളിറ്റി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചൊരു ഗുഡ് ക്വാളിറ്റി തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ഫോണിന് അവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പേര് ക്യാമറ ഗില്ലാടി എന്ന് പറയുന്നത് അത്ര മോശമായൊരു കാര്യമല്ല. അതായത് ഒരു വെറുതെ ഗിമിക്കിന് വേണ്ടി പറഞ്ഞേക്കുന്നതല്ല. ക്യാമറയിൽ അവർ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ സെൽഫി ക്യാമറയുടെയും മെയിൻ ക്യാമറയുടെയും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഇമേജുകളാണ് കണ്ടത്. ഇനി നമുക്കൊരു 1-2 വീഡിയോ സാമ്പിൾ കൂടി കാണാം. മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ സാമ്പിൾ ഇതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഒരൊറ്റ ബൾബിന്റെ സപ്പോർട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബൾബിന്റെ സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റിയാണ്. സോ ഇത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നോക്കാം. ഇതാണ് ഇതിന്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഞാൻ നോക്കിയിട്ട് ഇതിന്റെ മെയിൻ ക്യാമറയിലാണെങ്കിലും സെൽഫി ക്യാമറയിലാണെങ്കിലും ഉള്ളൊരു ക്വാളിറ്റി കുഴപ്പമില്ല. പക്ഷെ നോയ്സ് ലെവലുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ കമൻ്റായിട്ട് ഷെയർ ചെയ്തോളൂ. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി. നമുക്കൊരു ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. ഇനി അപ്ഡേറ്റുകൾ വരാനുണ്ട്. ഇപ്പോൾ തന്നെ ഒരു അപ്ഡേറ്റ് വന്നു. അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഒട്ടും മോശമല്ല. 2 വർഷത്തേക്കുള്ള അപ്ഡേറ്റും കാര്യങ്ങൾക്ക് ഒരു ഉറപ്പ് പറയുന്നുണ്ട്. സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അപ്ഡേറ്റിൻ്റെ കാര്യത്തിലൊക്കെ വളരെ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അവർ ഉറപ്പ് പറയുന്നുണ്ട്. സോ അപ്ഡേറ്റുകൾ വരാനുണ്ട്, ഇനി ഇമ്പ്രൂവ് ആവാനുണ്ട്. എങ്കിലും ഇതാണ് നമുക്ക് ഇപ്പോഴേക്ക് കിട്ടിയിട്ടുള്ള ഒരു ക്യാമറ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ്.
ഞാനത് കിട്ടിയിട്ട് ചാർജ് ചെയ്തിട്ട് പിറ്റേ ദിവസം 2 ദിവസം വരെ ഞാൻ ഏകദേശം യൂസ് ചെയ്തു. 2 ദിവസം വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ഒരു ഫുള്ളായിട്ട് ചാർജ് കഴിഞ്ഞുള്ളൂ. വലിയ അഗ്രസീവായ യൂസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോർമലി ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ഫോൺ എന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുക അതുപോലെ ജനറൽ ആയിട്ട് ഇപ്പോൾ ഇതിൽ പറയുന്ന ആപ്ലിക്കേഷനുകളൊക്കെ യൂസ് ചെയ്ത് നൈസായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് പോരുമ്പോൾ 2ാം ദിവസം വൈകുന്നേരം വരെ എനിക്ക് ചാർജ് നിന്നിട്ടുണ്ട്. സോ ഒരു നോർമൽ യൂസർക്ക് എങ്ങനെ പോയാലും 2 ദിവസം ചാർജ് കിട്ടും. അത്യാവശ്യം ഗെയിം കളിക്കുന്ന അഗ്രസീവായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസത്തെ ചാർജ് എന്തായാലും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. സോ ബാറ്ററി ഒരു ഇഷ്യൂ ആയിട്ട് വരാനുള്ള സാധ്യതയില്ല. നല്ലൊരു ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. സോ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഗെയിമിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഓവർ ഹീറ്റിംഗ് വരുമോ എന്നുള്ളൊരു ചോദ്യം വരും. ഇതിനകത്ത് അവൈലബിൾ ആയ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ അവൈലബിൾ ആയ കൂടിയ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഇട്ടുകൊണ്ട് നമ്മൾ കളിച്ച് നോക്കിയിരുന്നു. ഒരു കഷ്ടി ഒരു 1/2-3/4 മണിക്കൂറോളം കളിച്ച് നോക്കിയിരുന്നു. അതും ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 12-1 മണി നേരത്താണ് ഞാൻ കളിച്ച് നോക്കിയത്. ആ ഒരു ടൈമിൽ കളിക്കുമ്പോഴും ഓവർ ഹീറ്റിംഗ് ഒന്നും വന്നില്ല. സോ എനിക്ക് തോന്നുന്നത് ഓവർ ഹീറ്റിംഗ് ഒന്നും ഇല്ലാതെ നൈസായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസ് ആണ്. ഇനി ഇതിന്റെ സാർ വാല്യൂ നോക്കി കഴിഞ്ഞാൽ 0.570 എന്നുള്ളതാണ് ഹെഡ് സാർ വാല്യൂ. 0.957 ആണ് ബോഡി സാർ വാല്യൂ വരുന്നത്. സോ ഇത് രണ്ടായാലും ഒരു നല്ല സാർ വാല്യൂ തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. സോ സാർ വാല്യൂന്റെ കാര്യത്തിലും ഈ ഒരു ഡിവൈസ് നല്ലൊരു നിലവാരം പുലർത്തുന്നു. സോ ഓവറോൾ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഈ ഒരു ഫോൺ മൈക്രോമാക്സിന് മുമ്പ് ഇറങ്ങിയ ഫോണുകൾ വെച്ചായിട്ട് നോക്കിയാൽ പോലും ഇംപ്രൂവ്ഡ് ആയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെറ്റപ്പ് ആയിട്ടാണ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വ്ളോഗ് ചാനലിലൊക്കെ നമ്മൾ ഇതിന്റെ ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം. ക്യാമറ സാമ്പിളുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ആയിട്ട് നമ്മൾ ഇതിന്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പോയി കണ്ടു നോക്കുക. വീഡിയോ സാമ്പിൾ അടക്കം നമ്മളെല്ലാം അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ. സോ അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമുട്ടാം. ബൈ.